ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോൺഫ്ലിക്ട്സിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഇന്ന് തർക്കങ്ങളില്ലാത്ത ബന്ധങ്ങളില്ല അല്ലേ? ഏതൊരു ബന്ധത്തിലും, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിൽ മാത്രമല്ല അല്ലേ, ഫ്രണ്ട്സിൻ്റെ ഇരിയത്തായാലും, നമ്മുടെ രാജ്യങ്ങൾ തമ്മിലായാലും, നമ്മുടെ ജോലി സ്ഥലത്തായാലും എവിടെയും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അവിടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ വലിയ രീതിയിൽ തകർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അല്ലേ? നമുക്കറിയാം, ഒരു കോൺഫ്ലിക്ട്സ് നടക്കുന്ന സമയത്തിൽ അവിടെ ഒരു മീഡിയേറ്റർ അത്യാവശ്യമാണ് അല്ലേ? ആ ഒരു മീഡിയേറ്റർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ രണ്ടുപേരുടെയും ഭാഗങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ? ഒരാൾ ശരിയും ഒരാൾ തെറ്റുമായിരിക്കും അല്ലേ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റുള്ള ആളെ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ, അവരെ മാറ്റി നിർത്താതെ, അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരാണ് ശരിയെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ഇമോഷണൽ മെച്യൂരിറ്റി അല്ലേ, ശരിയാണ് നമ്മളെങ്കിലും അതിനൊരു ക്ഷമ കാണിക്കാൻ നമുക്ക് തയ്യാറല്ലെങ്കിൽ അല്ലേ, ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ അവിടെ തർക്കങ്ങൾ കൂടുന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ഇമോഷണൽ മെച്യൂരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബന്ധങ്ങളിൽ അല്ലേ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അവർ ചിലപ്പോൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കാം അവർ കോൺഫ്ലിക്ട്സിൽ ഏർപ്പെടുന്നത് അല്ലേ? ആ ഒരു സമയത്ത് അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ആ ഒരു ബന്ധം ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ അവർക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ ഒരു കോൺഫ്ലിക്ട്സ് നടക്കുന്ന സമയത്തല്ലേ അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാനും, നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലെത്താനും സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ തർക്കങ്ങളൊക്കെ നല്ലതിനാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ളവരായിരിക്കാം. നമ്മളെ ഭാഗത്താണെങ്കിലും ശരിയെങ്കിലും നമ്മൾ ക്ഷമിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാവാം. അതുപോലെ തന്നെ സൈലൻറ്റിലിരിക്കാൻ അല്ലേ, കുറച്ച് സമയം തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രണ്ടും ഈക്വലായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലേ, രണ്ടുപേരും ഈക്വലായിട്ട് ആണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരാൾ സൈലൻ്റ് ആവാനായിട്ട് ശ്രമിക്കാം. കാരണം അങ്ങനെ സൈലൻ്റ് ആവുന്ന സമയത്തല്ലേ നമുക്കെതിരെ നിൽക്കുന്ന ആൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്താനും നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എഴുതി വെക്കാനും അല്ലേ, ജേർണലിങ് ചെയ്യാനും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കോൺഫ്ലിക്ട്സ് ഒന്നും പെട്ടെന്നൊന്നും വരുന്നതല്ല, അതിന് നമുക്ക് തടയാനൊന്നും പറ്റുന്നില്ല. പക്ഷേ നമുക്ക് സമാധാനം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്.